ഹലോ, നമുക്കിന്നൊരു സെൻറ്റാങ്കിൾ ആർട്ട് എടുത്താലോ? അതും ഒരു റെഡ് പെന്ന് കൊണ്ടുള്ള സെൻറ്റാങ്കിൾ ആർട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞാനിവിടെ ജെൽ പെന്നാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ജെൽ പെന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്മൂത്തായിട്ട് നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളിപ്പോൾ പൂവ് വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങനെ ഓരോ ഡിസൈൻ കൊടുത്തിട്ട് അതിന്മേലാണ് നമ്മൾ ലീഫായിട്ട് വരയ്ക്കുന്നത്. ലീഫും നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്താണ് വരയ്ക്കുന്നത്. ഇതിലമേൽ നമ്മൾ ലൈൻ പോലെ സെൻറ്റാങ്കിൾ ആർട്ട് വരയ്ക്കണ പോലെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങാനും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെയൊക്കെ ഒരു ലോങ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാം പറഞ്ഞുതരും. ഇത് സിമ്പിളാണെന്നൊന്നും ഞാൻ പറയത്തില്ല, കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്യേണ്ടതാണ്. കാരണം ഇത് കൂടുതൽ ടൈം എടുത്ത് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഒരു ഭംഗി വന്നത്. അപ്പോൾ ഞാനിവിടെ കുറേ സമയം എടുത്താണ് ഇതൊക്കെ ചെയ്യണത്. ഞാനിപ്പോൾ വീഡിയോയിൽ സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ വരയ്ക്കണ വീഡിയോസിലെ ഫോട്ടോസൊക്കെ ആരെങ്കിലുമൊക്കെ വരച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് അയച്ചു തരാൻ മറന്നു പോകരുത്. കാരണം എനിക്ക് 2-3 പേരൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഒരു 4-5 കൂടി ആകുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ആരെങ്കിലും വരയ്ക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് ഷെയർ ചെയ്തിട്ടാൽ നമുക്കൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. Please like and subscribe.